നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ശ്രീകല ആന്റി പണം ലക്ഷ്യം വെച്ച് തന്നെയായിരിക്കണം ദേവികേച്ചും സിദ്ധുവേട്ടനും തമ്മിലുള്ള കല്യാണം നടത്തിയത്. ആന്റി പഠിച്ച കള്ളി തന്നെയാ. ആദ്യം ദേവികേച്ചിയുടെ കല്യാണം നടത്തുക. എന്താ കുട്ട പറ്റിയത്? പറയടാ, എന്താ പറ്റിയത്? ഒന്നും പറ്റിയില്ലല്ലോ. അല്ല, നിങ്ങൾ എന്താ ഇവിടെയൊക്കെ വന്നിരിക്കുന്നേ? നിങ്ങൾ എന്താ എല്ലാരും എന്നെ നോക്കണേ? നിങ്ങക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പറ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ ശരിയാക്കി തരാം. എന്താ മാലാകെ, എനിക്കെന്തെങ്കിലും പറ്റിയോ? കുട്ടനെന്തോ ദുസ്വപ്നം കണ്ടെന്ന് തോന്നുന്നു. ദുസ്വപ്നോ? കുട്ടൻ ഉറക്കത്തിൽ അങ്ങനെ എന്തൊക്കെയോ കണ്ടു, എന്തൊക്കെയോ പെച്ചും പെയ്യും പറഞ്ഞു. അത് കേട്ടിട്ടാ ഞാൻ ഇവരെയൊക്കെ വിളിച്ചു വരുത്തിയത്. പക്ഷെ എനിക്കൊന്നും ഓർമ്മയില്ല. ഞാൻ സ്വപ്നം കണ്ട? എനിക്കൊന്നും മനസ്സിലാവണില്ല. നീ ഏതോ ആക്സിഡന്റിനെ കുറിച്ചൊക്കെ ഉറക്കത്തിൽ പറഞ്ഞേ. ആക്സിഡന്റോ? അയ്യോ, എനിക്കൊന്നും മനസ്സിലാവണില്ലല്ലോ. ഒന്നും ഓർമ്മയും കിട്ടണില്ല. മോൻ ഒന്നുകൂടെ ഓർത്തു നോക്കിയേ. വേണ്ട, അവനെ ഇപ്പൊ ഒന്നും ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കണ്ട. ഒന്നും ഓർമ്മയില്ലെന്നല്ലേ അവൻ പറയുന്നത്. പിന്നെ എന്തിനാ അവനെ വിഷമിപ്പിക്കുന്നത്? അവനൊന്ന് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങട്ടെ. മോനൊന്നും ആലോചിക്കണ്ട, സുഖമായിട്ട് കിടന്നുറങ്ങിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിലേ നമുക്ക് നാളെ സംസാരിക്കാം. മോൻ കിടന്നു. ഗുഡ് നൈറ്റ്. നിങ്ങൾ നോക്കാം. ഇനി അവനെ ഉണർത്താൻ ശ്രമിക്കണ്ട. നിങ്ങൾ വാ. ബ്രേക്ക് നഷ്ടപ്പെട്ട കാറ് റോഡ് മുറിച്ചു കിടക്കാൻ ശ്രമിച്ച ആളിനെ ഇടിച്ചു തെറിപ്പിച്ച് കടന്നുപോയി. ഉറക്കത്തിനിടയിലുള്ള കുട്ടന്റെ അവ്യക്തമായ സംസാരത്തിൽ നിന്നും എനിക്കിതൊക്കെയാ മനസ്സിലായത്. അമ്മ പറഞ്ഞതനുസരിച്ച് ഇപ്പൊ ഒന്നുകൂടി എനിക്ക് മനസ്സിലായി. അന്ന് റോഡ് ക്രോസ് ചെയ്തത് നമ്മുടെ അച്ഛനായിരുന്നു. ബ്രേക്ക് നഷ്ടപ്പെട്ട ആ കാറിടിച്ചാണ് അന്ന് എന്റെ അച്ഛന്റെ മരണം സംഭവിച്ചതെങ്കിൽ നമ്മൾ ആരെ കുറ്റപ്പെടുത്തും? ആരെ പ്രതിയാക്കും? പറയേ, ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെങ്കിൽ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ശരി, അതൊരു സ്വാഭാവിക അപകടമായിരുന്നെങ്കിൽ എന്തിന് കാറ് നിർത്താതെ ഓടിച്ചു പോണം? അച്ഛനെ ഇടിച്ചിട്ട കാറ് നിർത്താതെ പോയിന്നല്ലേ അന്ന് മുതൽക്കേ അമ്മ പറയുന്നത്. സിദ്ധുവേട്ടന്റെ ഭാഗത്ത് തെറ്റില്ലായിരുന്നെങ്കിൽ സിദ്ധുവേട്ടൻ കാർ അവിടെ നിർത്തണമായിരുന്നു. അച്ഛനെ ഇത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണമായിരുന്നു. ഇത് രണ്ടും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ എന്താ അതിനർത്ഥം? ചിലപ്പോ പെണ്ണിൽ നിന്നും വന്നവരുടെ അറ്റാക്ക് ഭയന്നിട്ടാണ് സിദ്ധു കാർ ഓടിച്ചു പോയതെങ്കിലോ? സ്വപ്നത്തിൽ കണ്ട് സിദ്ധുവേട്ടൻ പുലമ്പിയതൊക്കെ സത്യമാണെന്നുണ്ടോ? ഇല്ലല്ലോ. ഏതായാലും കുട്ടന്റെ അസുഖം പൂർണ്ണമായും ഭേദമായി പഴയ സിദ്ധാർത്ഥായാൽ മാത്രമേ ഇതിനൊരു വ്യക്തത വരുത്താൻ പറ്റൂ. അത് ഉറപ്പാ. അപ്പോ അതുവരെ കുട്ടന്റെ ഭാര്യയായി തന്നെ ഞാനിവിടെ കഴിയും. എന്റെ ആ വാക്കിനൊരു മാറ്റവും ഇല്ല.
മരിച്ചത് സിദ്ധുവേട്ടന്റെ കാറിടിച്ചാണെന്നും പറഞ്ഞ് ഇപ്പൊ ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കിയ ശ്രീകല ആന്റിക്ക് കല്യാണത്തിന് മുമ്പ് അതറിയില്ലായിരുന്നോ? ദേവികേച്ചിക്കും ഗോപികയ്ക്കും ചിലപ്പോ ഇതറിയില്ലായിരിക്കും. പക്ഷേ ശ്രീകല ആന്റിക്ക് ഉറപ്പായിട്ടും അറിയാം. ആന്റി ആയിരുന്നല്ലോ അങ്കിള് മരിക്കുമ്പോ ഉണ്ടായിരുന്ന ഏക ദൃക്സാക്ഷി. അതുകൊണ്ടാണല്ലോ അവളുടെ ഭർത്താവിന്റെ കൊലയാളി സിദ്ധുവാണെന്ന് അവള് വിളിച്ചു കൂവുന്നത്. ഓ, അപ്പൊ എല്ലാം അറിഞ്ഞിട്ടാണ് ശ്രീകല ആന്റി ദേവികേച്ചിയെ സിദ്ധുവേട്ടനെ കെട്ടിച്ചു കൊടുത്തത്. ശ്രീകല ആന്റി പറയുന്നതനുസരിച്ചാണെങ്കിൽ സിദ്ധുവേട്ടനാണ് മോഹനങ്കിളിന്റെ കൊലയാളി. അങ്ങനെയാണെങ്കിൽ അച്ഛന്റെ കൊലയാളിയായ ഒരാളെ ആന്റി എന്തിനു മക്കൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കണം? ആന്റിയുടെ മനസ്സിൽ അന്നീ പകയും പ്രതികാരവും ഒന്നും ഇല്ലായിരുന്നോ? മകളുടെ ഭാവിയെക്കുറിച്ച് ആന്റി അന്ന് ചിന്തിച്ചില്ലായിരുന്നോ? ഇന്നിപ്പോ ദേവികേച്ചിയുടെ ജീവിതത്തെക്കുറിച്ച് ആന്റി കാണിക്കുന്ന ഈ ഉത്കണ്ഠ അന്ന് ആന്റിക്ക് ഉണ്ടായിരുന്നെങ്കിൽ കല്യാണ മണ്ഡപത്തിൽ വെച്ചെങ്കിലും ആന്റിക്ക് കല്യാണം മുടക്കായിരുന്നല്ലോ. ആ നേരത്തെ ആന്റി അത് ചെയ്തോ? ഇല്ലല്ലോ. അപ്പോ എല്ലാം കണക്ക് കൂട്ടി തന്നെയാ ആന്റി പ്രവർത്തിച്ചത്. സ്വന്തം ആന്റി ആണെങ്കിലും പറയാനുള്ളത് എനിക്ക് പറയാതിരിക്കാനാവില്ല മുത്തശ്ശി. സത്യത്തില് മായാന്റി പറഞ്ഞ വാക്കുകളാ എന്നെ ഇതൊക്കെ ചിന്തിപ്പിച്ചത്. ആന്റി പറഞ്ഞത് ശരിയാണെന്ന് എനിക്കും തോന്നുന്നു. ശ്രീകല ആന്റി പണം ലക്ഷ്യം വെച്ച് തന്നെയായിരിക്കണം ദേവികേച്ചും സിദ്ധുവേട്ടനും തമ്മിലുള്ള കല്യാണം നടത്തിയത്. ആന്റി പഠിച്ച കള്ളി തന്നെയാ. ആദ്യം ദേവികേച്ചിയുടെ കല്യാണം നടത്തുക, അതിനുശേഷം ഭർത്താവിന്റെ മരണത്തിലേക്ക് സിദ്ധുവേട്ടനെ വലിച്ചിടുക, സിദ്ധുവേട്ടനെ ഭർത്താവിന്റെ കൊലയാളിയാക്കുക, അച്ഛന്റെ കൊലയാളിക്കൊപ്പം മകൾ എങ്ങനെ കഴിയുമെന്ന് ചോദിച്ച് ഡിവോഴ്സ് നോട്ടീസ് അയക്കുക, ഡിവോഴ്സിന്റെ പേരില് ലക്ഷങ്ങൾ ഒപ്പിച്ചെടുക്കുക. അതാവണം ആന്റിയുടെ പ്ലാൻ. ആന്റി അത് കൃത്യമായിട്ട് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഇത് മഹാക്രൂരത തന്നെയാ. ഇങ്ങനെയൊക്കെ ചതിയൊരുക്കാൻ മനുഷ്യന് എങ്ങനെ സാധിക്കുന്നു? ഞാൻ ചെയ്തതെല്ലാം തെറ്റായിപ്പോയി. ദേവിക തന്നെ സിദ്ധുവിന്റെ ഭാര്യയായി വരണമെന്ന് ഞാൻ വാശി പിടിക്കാൻ പാടില്ലായിരുന്നു. ഈ കല്യാണം ഒരിക്കലും നടക്കരുതായിരുന്നു. മുത്തശ്ശി, എനിക്കൊന്നേ പറയാനുള്ളൂ. ആന്റിയുടെ അടവിന് മുമ്പില് ഇവിടെ ആരും മുട്ടുമടക്കരുത്. അവളുടെ അടവിന് മുന്നിൽ മുട്ടുമടക്കാനോ? അതൊരിക്കലും ഉണ്ടാവില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.